ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 15 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കോട്ടയം സീറ്റാണ് കേരള കോൺഗ്രസിന് നൽകിയത്. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റും RJD ഒരു ലോക്സഭാ സീറ്റും ആവശ്യപ്പെട്ടെങ്കിലും CPM അംഗീകരിച്ചില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ 16 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യുമാണ് LDF-ൽ മത്സരിച്ചു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് എം മുന്നണിയുടെ ഭാഗമായതോടെയാണ് CPM മത്സരിച്ചു വരുന്ന കോട്ടയം സീറ്റ് നൽകിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ 3 കക്ഷികളായിരിക്കും മത്സരിക്കുക. 15 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ CPI-എം 15 സീറ്റിൽ മത്സരിക്കാൻ, 4 സീറ്റിൽ CPI മത്സരിക്കാൻ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റ് കൂടി മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കഴിയില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. RJD-യും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്ന നേതൃത്വം RJD-യെ അറിയിക്കുകയാണ് ചെയ്തത്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 14-ന് ജില്ലകളിൽ LDF യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.